ഇന്ന് നമ്മുടെ ഇവിടുന്ന് കുറച്ച് ചേട്ടന്മാരെല്ലാം കൂടെ ചേർന്ന് ഒരു പാത്തി പറ്റിച്ച് മീനെ പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മളത് കാണാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ നേരെ സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഞാനും സിറിലും ഡിയോണും വിനായനും കൂടെ ആണ് കേട്ടോ മീൻ പിടിക്കുന്നത് കാണാൻ വേണ്ടി പോകുന്നത്. അത്യാവശ്യം നല്ല വലിയൊരു കാട്ടിനകത്തൂടെ വേണം കേട്ടോ നമുക്ക് ഈ മീൻ പിടിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ആദ്യം കാണുന്നതിന് അവർ വലിയൊരു കാര്യം പിടിച്ച് ബക്കറ്റിനകത്തോട്ട് ഇടുന്നതാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കാര്യം തന്നെയായിരുന്നത്. ഞങ്ങൾ വന്ന സമയം കൊണ്ട് തന്നെ അവർ കുറച്ച് കൈതക്കൊരയും കാര്യമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന പാത്തിയാണ് കേട്ടോ അവർ തടയണ കെട്ടി കോരി പറ്റിച്ചോണ്ടിരിക്കുന്നത്. ഈ പാത്തിക്കകത്ത് അത്യാവശ്യം നല്ല ചേറും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ കോരി പറ്റിക്കാനും മീനെ പിടിക്കാനും ഒക്കെ അവർക്ക് നല്ലപോലെ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ചേറിനകത്തുനിന്ന് 2 കൈതക്കോരെ പൊക്കിയിട്ടുണ്ട് കേട്ടോ ഒരേ സമയത്ത് തന്നെ. കരയ്ക്ക് ഇവിടെ ഒരു പുളവനെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സിറിൽ ഒരു മരത്തിന്റെ മണ്ട ചാടി കയറി സേഫ് ആയിട്ട് ഇരിപ്പുണ്ട്. ആ സമയം കൊണ്ട് അവരെല്ലാം കൂടെ ചേറിനകത്തുനിന്ന് ഒരു വരാലിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അവൻ കൂടുതലായിട്ട് ചേറിനിടയിലോട്ട് കയറി പോകുന്നുണ്ടെങ്കിൽ അവരവനെ ഒരു വിധത്തിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം അതിന്റെ കുറച്ച് ഇപ്പത്തോട് മാറി തന്നെ അടുത്തൊരു വരാലിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറച്ചുകൂടെ ചേറിളക്കിയപ്പോൾ ചേറിനകത്തുനിന്ന് നല്ലൊരു കാര്യം സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവനെ കൈയിട്ട് എന്തായാലും പിടിക്കാൻ പറ്റത്തില്ല. ചേറിനകത്തുനിന്ന് കൈയിട്ട് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അവൻ നല്ല കുത്തു വെച്ച് തരും. അതുകൊണ്ട് അവനെ കൈവച്ച് പിടിക്കാതെ ബക്കറ്റ് വെച്ച് കോരിയാണ് കേട്ടോ പിടിക്കുന്നത്. ഇപ്പൊ കിട്ടിയത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. അന്നേരം തന്നെ അടുത്ത വരാലും കുഞ്ഞിനെ അവർ ചേറിനകത്തുനിന്ന് കോരിയെടുത്ത് കരക്കിട്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് ഏകദേശം നല്ലപോലെ മീൻ കിട്ടിയിട്ടുണ്ട്. ഇനിയും കുറച്ചേരം കൂടി ഇതുപോലെ തപ്പി പിടിക്കാനായിട്ട് ബാക്കിയുണ്ട്. മീനെ കിട്ടുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പുളവനെയും കിട്ടുന്നുണ്ട്. അങ്ങനെ മീൻ പിടുത്തം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വരാലിനെയും ബാക്കിയുള്ള മീനുകളെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മൊത്തത്തിൽ നമുക്ക് ഇത്രയും വരാലിനെയാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. ബാക്കിയെല്ലാം കൈതക്കോരയും കാര്യമാണ്. ആ കൂട്ടത്തിൽ നിന്ന് ചേറിനകത്തുനിന്ന് 2 കാരിയുടെ കുഞ്ഞുങ്ങളെ നമ്മൾ രക്ഷിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവരെ നമ്മൾ വളർത്താൻ വേണ്ടി വീട്ടിൽ കൊണ്ടുപോകാനാണ്. പിന്നെ ഇതിന്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. കുറച്ച് പേർക്കെങ്കിലും ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഫുൾ വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.